തൃശ്ശൂർ പടിയൂരിലെ അമ്മ മണിയെയും മകള് രേഖയും ഭർത്താവ് കൊലപ്പെടുത്തി പോയ സംഭവം വലിയ വാർത്താ പ്രാധാന്യം വന്ന ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടത്തി ശേഷം രേഖയുടെ രണ്ടാം ഭർത്താവ് പ്രേംകുമാർ അയാൾ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വല വീശിയിരിക്കുകയാണ്. പക്ഷേ അയാൾ മുങ്ങിയിരിക്കുന്നു. അയാൾ ആ വീട്ടിലെ പടിയൂരെ വീട്ടിലെ മണി എന്ന 74-കാരിയുടെ മകൾ രേഖ വിവാഹം കഴിച്ചിട്ട് 5 മാസമായി ആ വീട്ടിൽ താമസിക്കുന്നു. വിവാഹത്തിന് തൊട്ട് 1 മാസം മുമ്പാണ് പടിയൂരിലെ പഞ്ചായത്ത് ഓഫീസിലെ അടുത്ത് നല്ലൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അമ്മ മണിയും പെൺകുട്ടി രേഖയും താമസിച്ചു. അവിടെ ഭർത്താവായിട്ട് പ്രേംകുമാറും താമസിച്ചു. കഴിഞ്ഞ ദിവസം അമ്മയും മകളും അവിടെ മരിച്ചു കിടക്കുന്നു. 2 ദിവസമായിട്ട് ആരും അറിഞ്ഞില്ല. അവിടെ ദുർഗന്ധം വമിച്ചു. മണിയുടെ അല്ലെങ്കിൽ രേഖയുടെ സഹോദരി അവരെ ഇരിഞ്ഞാലക്കുടയിലെ ബോയ്സ് ഹൈസ്കൂളിലെ ഒരു ജീവനക്കാരിയാണ്. അമ്മയും സഹോദരിയും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് അവർ വന്ന ശേഷം അവിടെ നോക്കിയപ്പോഴാണ് 2 പേരും മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. 2-3 ദിവസമായി അവർ കൊല്ലപ്പെട്ടിട്ട്. ഭർത്താവ് പ്രേംകുമാർ ഒളിവിലുമാണ്. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് കിട്ടുന്ന വാർത്തകൾ ഈ പ്രേംകുമാർ ഇതിനു മുമ്പ് ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അത് ഉദയംപേരൂരെ കൊലപാതകം എന്ന് വളരെ കുപ്രസിദ്ധമായ ഒരു സംഭവമാണ്. ആദ്യത്തെ കൊലപാതകം ഭാര്യ വിദ്യയാണ് നടത്തിയത്. വിദ്യയെ ഉദയംപേരൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടാണ് കൊന്നത്. വിദ്യയെ കൊന്നിട്ട് ജയിലിൽ പോയ ശേഷം അയാളെ ജയിലിൽ നിന്ന് ഇപ്പോൾ പരോളിൽ വന്നു എന്ന് പറയുന്നു. ആ സമയത്താണ് അയാൾ തൃശ്ശൂർ പടിയൂരിലെ വന്ന് വിവാഹം കഴിച്ചത്. ആദ്യത്തെ കാര്യങ്ങളെല്ലാം മറച്ചു വച്ചിട്ടുണ്ടാവും. 40 വയസ്സുണ്ട്, 6 അടി പൊക്കമുണ്ട്, ലേറ്റസ്റ്റായ ഒരു ബനിയൻ ടൈപ്പ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. സുമുഖനാണ്, കണ്ണാടി വെച്ചിട്ടുണ്ട്, അല്പം കഷണ്ടിയുണ്ട്, 6 അടിയെങ്കിലും പൊക്കമുണ്ടാവും ഇയാൾക്ക്. ഇയാളാണ് ഈ കൊലപാതകം നടത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇയാളെപ്പറ്റി കേരള പോലീസ് തീർച്ചയായിട്ടും വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു മർഡർ ഭാര്യയെ ചെന്ന് കൊന്നത്, അതിനുശേഷം രണ്ടാമത് പോയി രേഖ എന്ന ഒരു സ്ത്രീയെ, അവരും ആദ്യത്തെ വിവാഹം ഒഴിഞ്ഞ സ്ത്രീയാണ്, അവരെ കല്യാണം കഴിച്ച് 6 മാസത്തിനുള്ളിൽ അവരെയും അവരുടെ അമ്മയും കൊന്നിട്ട് പോയ ആളാണ്. ഇയാൾ എന്തുകൊണ്ടാണ് തുടരെ ഈ കൊലപാതകം നടത്തുന്നത്? ഇയാൾ ആരാണ്? ഇയാളുടെ ഹിസ്റ്ററി എന്താണ്? ഇയാൾ ഏത് തരക്കാരനാണ്? ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ പണമൊക്കെ വരുന്നത്? അയാൾ ആ പടിയൂരിലെ ആ കൊലപാതകത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളൊരു CCTV ദൃശ്യം കണ്ടു. നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, 40 വയസ്സുണ്ടാവും. അയാൾ ജീൻസ് ഇട്ടിരിക്കുന്നു. അയാളുടെ തോളിൽ ഒരു ലാപ്ടോപ്പാണെന്ന് തോന്നുന്നു, ഒരു ബാഗ്. അതൊക്കെ ബുദ്ധിജീവികളെ പോലെ നടക്കുന്നവർ ഇടുന്നതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പിക്ചറാണ് ഇയാളുടെ ഞാൻ കാണുന്നത്. പക്ഷേ ഇയാൾ ആദ്യത്തെ കൊലപാതകമാണ് ഏറ്റവും ക്രൂവലായിട്ടുള്ള കൊലപാതകം. അത്രയും ചെയ്ത ഒരാൾ ആണ് ഇപ്പം വന്ന് രണ്ടാമത് 2 പേരെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്തിട്ട് ഇയാൾ ഇതുവരെയുള്ള ചരിത്രം, എവിടെ ജനിച്ചു, ഇപ്പോഴത്തെ വയസ്സ് വരെ എവിടൊക്കെയായിരുന്നു, എന്തൊക്കെ ക്രിമിനാലിറ്റി ചെയ്തിട്ടുണ്ട്, എന്താണ് ഇയാളുടെ വരുമാന മാർഗം, ആളെ കൊന്ന് സ്വത്തടിക്കുന്നതാണോ, അതാണോ ഇയാൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ സംശയം തോന്നുന്നു. കാരണം മണി എന്ന 74-കാരിയെയും മകൾ രേഖയും തൻ്റെ ഭാര്യയായി സ്വീകരിച്ചിട്ട് അവരെ കൊന്നിട്ട് പോയിരിക്കുകയാണ് 5 മാസത്തിനുള്ളിൽ. ആ വീട് മുഴുവൻ അവിടെ തിരഞ്ഞിട്ടുണ്ട്. മുഴുവൻ സാധനങ്ങളും വരി ഇട്ടിരിക്കുന്നു. അത് പണത്തിന് വേണ്ടി, സ്വർണത്തിന് വേണ്ടിയായിരിക്കണം. അവിടുന്ന് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇവരുടെ 2 പേരുടെയും കഴുത്തിൽ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നോ, അത് ഇയാൾ കൊണ്ടുപോയോ? കൃത്യമായിട്ട് ആ രീതിയിലൊരു അന്വേഷണം പോലീസ് എത്രയും പെട്ടെന്ന് നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആദ്യത്തെ കൊലപാതകമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്.
വിദ്യ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ച ശേഷം ഇയാൾ പല സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. ഇയാളുമായിട്ട് ഒന്നിച്ച് പഠിച്ച ഒരു പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് വെച്ച് പഴയകാല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സംഗമ സമയത്ത് കണ്ടു. സുനിത ബേബി എന്നയാൾ. ആ സ്ത്രീയെ കണ്ടപ്പം പഴയ കാലത്തെ ഇയാളുടെ സുഹൃത്താണ്, കാമുകിയാണ്. അവളെ അന്വേഷിച്ചപ്പോൾ അവൾ ഇപ്പം ഹൈദരാബാദിലെ നേഴ്സാണ്. ഇയാളെ കണ്ടതോടുകൂടി രണ്ടുപേരും പഴയ പരിചയം പുതുക്കി രണ്ടുപേരും കൂടെ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. അവൾ ഇമ്മീഡിയറ്റായിട്ട് ഹൈദരാബാദിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ കടയ്ക്കലിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്കാരിയായി വന്ന് തിരുവനന്തപുരത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് രണ്ടുപേരും കൂടെ താമസമായി. അവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ഭാര്യയുടെ ഉദയംപേരൂരിലെ വീട്ടിൽ ഇയാളെ കാണാതെ വന്നു കഴിഞ്ഞപ്പം ഇയാളെ വിളിക്കുകയും പ്രശ്നങ്ങൾ ഗുരുതരമാകും എന്നയാൾക്ക് തോന്നിയപ്പം ഇയാൾ നേരെ ഉദയംപേരൂരിലെ ആ ഭാര്യയുടെ വീട്ടിൽ ചെന്നു. ഭാര്യയെ കണ്ടു. അവളുടെ കഴുത്തിനെന്താ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് തിരുവനന്തപുരത്ത് ചികിത്സിക്കാം എന്ന് നയത്തിൽ വിളിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരികയാണ്. തൻ്റെ ഭാര്യ വിദ്യയെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞ് അയാൾ വാടകയ്ക്കെടുത്ത വീടിൻ്റെ താഴത്തെ നിലയിൽ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. രാത്രിയിൽ ഇയാൾ മദ്യപിക്കുന്ന സ്വഭാവമുണ്ട്, മദ്യപിച്ചു. അവക്കും ബലമായിട്ട് തന്നെ കുറച്ച് കഴിക്കാൻ പറഞ്ഞു. അസുഖത്തിനൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ ഭാര്യയെ കൊണ്ട് കഴിപ്പിച്ചു. അവരെ ചിലപ്പോൾ അബോധാവസ്ഥയിലാക്കിയ ശേഷം അവരെ കഴുത്ത് ഞെരിച്ച് അവരെ കൊന്നു. എന്നിട്ട് ആ ഡെഡ് ബോഡി അത് മരിച്ചോ ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ മുകളിലത്തെ നിലയിലുള്ള നേഴ്സായ സുനിത ബേബി കൊണ്ട് വന്ന് പരിശോധിപ്പിച്ചു. അവൾ സർട്ടിഫൈ ചെയ്തു മരിച്ചു എന്ന്. അതിനുശേഷം അവൾ മുകളിലോട്ട് കയറിപ്പോയി. ഇയാൾ വിദ്യയെ ആ മുറിയിൽ നിന്ന് അവിടുത്തെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വലിച്ചിട്ടു. അവിടെ കിടന്നു. അടുത്ത ദിവസം രാവിലെ സുനിത ബേബി പതിവ് പോലെ ജോലിക്ക് പോയി. അവർ വൈകിട്ട് തിരിച്ചു വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡെഡ് ബോഡി മാറ്റാനായിട്ട് ഇയാളുടെ ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചു, ഒരു കാറൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ. അതിന് ആരും സഹകരിച്ചില്ല. വളരെ അടുത്ത 1-2 പേരോടായിരിക്കും ഈ രീതിയിലുള്ള ക്രിമിനൽസ് ആയിരിക്കണം അവർ, അല്ലെങ്കിൽ ആ വിവരം പുറത്ത് പറഞ്ഞേനെ. അങ്ങനെയുള്ള ബാഡ് എലിമെൻറ്റും ക്രിമിനൽ അസോസിയേറ്റും ട്രിവാൻഡ്രത്തയക്കുണ്ട്. അത് അയാൾ രാത്രി വരെ വെയിറ്റ് ചെയ്തു. രാത്രി ഒരു കാർ സംഘടിപ്പിച്ചു. അതിനുശേഷം അപ്പോൾ ഏകദേശം കൊന്നിട്ട് 10-18 മണിക്കൂറായി. ആ ഡെഡ് ബോഡി ആദ്യത്തെ ഭാര്യയുടെ കാറിൻ്റെ പിന്നിൽ കയറ്റി. അവിടെ ഇപ്പോഴത്തെ സുഹൃത്ത് ആ പെൺകുട്ടി നേഴ്സിനോട് കയറിയിരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. മരിച്ച സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് അവരെ പുറകിലിരുന്നു. ആ വണ്ടി നേരെ നാഗർകോവിൽ ഭാഗത്തേക്ക് പോയി. ഈ ഡെഡ് ബോഡി ഏകദേശം 10-20 മണിക്കൂർ പഴക്കമുള്ളതാണെന്ന് വിചാരിച്ചോണം. എത്ര ധൈര്യസമേതം അയാൾ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നെയ്യാറ്റിൻകര വഴി പാറശാല ചെന്നു. ആ വഴി കുഴിത്തറച്ചെത്തി നാഗർകോവിലിനും തിരുനെൽവേലിക്ക് ഇടയ്ക്ക് അവിടെ ഏർവാടി എന്ന ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിട്ടു. താഴെ ബ്രിഡ്ജിൻ്റെ അടിയിൽ കാട് നല്ലതായിട്ട് വളർന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു. ഏതായാലും അവിടെ ലോക്കൽ പോലീസ് അബാൻഡൻ്റായ ഈ ഡെഡ് ബോഡിക്ക് ഒരു കേസെടുത്തു. അത് ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി. ആദ്യം ഇയാൾ സേഫാണെന്ന് വിചാരിച്ചിരുന്നു. അതിനുശേഷം ഒരു അതിബുദ്ധി കാണിച്ചു ഇയാളും ഇപ്പോഴത്തെ ഭാര്യയുമായിട്ട് നേരെ ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെത്തി തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തു. അവിടെ കൊണ്ട് കേസ് തിരിഞ്ഞു. ആ പോലീസ് അന്വേഷണം നടത്തി. അതിനുശേഷം പോലീസിനടുത്ത് ഇയാൾ സമ്മതിച്ചു, ഞാൻ അവളെ കൊന്നുവെന്ന്. അയാളെ ആ കേസിൽ അറസ്റ്റ് ചെയ്തു. അത്ര ക്രൂരമായ ഒരു കൊലപാതകം. തൻ്റെ ഭാര്യയെ ആ ഉദയംപേരൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വാടക വീട്ടിലിട്ട് കൊന്ന് ആ ഡെഡ് ബോഡി അവിടെ ഒരു ബാത്റൂമിനകത്തിട്ട് പിന്നീട് ഡെഡ് ബോഡിയായിട്ട് കാറിൽ സഞ്ചരിക്കാനുള്ള ഗട്ട്സ് ഇയാൾക്കുണ്ട്. അവിടെയാണ് ഈ ഒരു ക്രിമിനലിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഭയവും പേടിയും പോലീസിൻ്റെ അടുത്തോ ആരുടെ അടുത്ത് ഇല്ലാത്ത ഒരു ക്രിമിനലാണിവൻ. ആദ്യത്തെ ഭാര്യയെ കൊന്നത് മാത്രമല്ല, ആ കൊല്ലുന്ന രീതികൾ, അതിനുള്ള തന്ത്രങ്ങളും.
അവിടെ വെച്ച് കൊന്ന പിടി വീഴുമെന്ന് വിചാരിച്ച് തിരുവനന്തപുരത്ത് വരെ കൊണ്ടുവന്ന് വാടക വീട്ടിനകത്ത് കൊണ്ടപ്പം ഇയാളുടെ ഇപ്പോഴത്തെ കാമുകി അതിനകത്ത് സഹകരിച്ചു എന്നുള്ളതാണ്. അതാണ് അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകുന്നത്. എത്ര ക്രൂരമായ കൊലപാതകമാണിത്. ആ കൊലപാതകത്തിന് ഇയാളുടെ കാമുകിയും തയ്യാറായി എന്നുള്ളതാണ്. മരണ സർട്ടിഫിക്കറ്റ് അവരാണ് കൊടുത്തത് ആദ്യത്തെ ഭാര്യയുടെ. അവൾക്ക് ഇയാളുമായിട്ട് ഒന്നിച്ച് താമസിക്കാനുള്ള ഔത്സുക്യം കൊണ്ട് ആദ്യത്തെ ഭാര്യ കൊല്ലുന്നതിന് അവൾക്ക് യാതൊരു തടസ്സവുമില്ല. കൊണ്ടുവന്നോളൂ, കൊന്നോളൂ, മരിച്ചോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിക്കോളാം. അത്ര ഗട്ട്സുള്ള സ്ത്രീയാണ് അനിതാ ബേബി. എന്തായാലും ഈ ഒരു കൊലപാതകം ചെയ്തവൻ തന്നെയാണ് ഇപ്പം തൃശ്ശൂർ നടന്ന ഇരട്ടക്കൊല ചെയ്തത്. ഇയാളെപ്പറ്റി അന്വേഷിക്കുമ്പം ഇയാൾ കോട്ടയത്തായിരുന്നു എന്നും അതിനുശേഷം ചിങ്ങവനത്തായിരുന്നു എന്നും പറയുന്നു. ചിങ്ങവനത്ത് ഇയാൾ എവിടെ താമസിച്ചു, അവിടെ എന്തായിരുന്നു ജോലി, ആരൊക്കെയായിരുന്നു ഇയാളുടെ സുഹൃത്തുക്കൾ. ചിങ്ങവനത്ത് എനിക്കറിയാം ധാരാളം മർഡർ ചെയ്യുന്ന കൊലക്കേസ് പ്രതികളുള്ള സ്ഥലമാണ്. ഒട്ടത്ത് വരെ എനിക്കറിയാം ചിങ്ങവനം പരിസരത്തുമാണ്. അവരുടെ ഗാങ്ങിലായിരുന്നോ ഇയാൾ എന്ന് തീർച്ചയായിട്ടും നോക്കണം പോലീസ്. ഇയാളെപ്പറ്റി പഠിക്കണം. ഇതുപോലെ മർഡർ ചെയ്യുന്നത് ഇയാൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പും മർഡർ ചെയ്തിട്ടുണ്ടാവും. ഇയാളൊരു റോബറി ഡക്കൗട്ട് ചെയ്യുന്ന ആളാണോ എന്ന് സംശയമുണ്ട്. എന്താണ് ഇയാളുടെ വരുമാനം? ഇത്ര ലക്ഷറി ആയിട്ട് എങ്ങനെ ജീവിക്കും ഇയാളുടെ ജോലി എന്താണ്? അതുകൊണ്ട് ഇയാൾ മോഷണക്കാരനാണ് എന്ന് റോബറി ഡക്കൗട്ട് ചെയ്യുന്ന ആളാണ് എന്നെനിക്ക് സംശയം തന്നെയുണ്ട്. കാരണം 2-3 മർഡറായി. ആ വീട്ടിൽ ഇപ്പം കല്യാണം കഴിച്ച ആ രേഖയുടെ അല്ലെ മണിയുടെ വീട് മുഴുവൻ റാംസാക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ മുഴുവൻ തപ്പിയിരിക്കുന്നു ഇയാൾ. അപ്പം അവിടെയുള്ള സ്വർണമോ ഉള്ള പണവും ഇയാൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കൊലപാതകത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു ഇയാളുടെ തൊഴിൽ. അതേപ്പറ്റിയാണ് പോലീസ് അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇയാളെപ്പോലെ ഒരു ക്രിമിനലിനെ നമ്മൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യണം. കേരളത്തിലെ പല കേസുകളും പല സംഭവങ്ങളും ഉണ്ട്. ഇയാൾ തട്ടിക്കൊണ്ടുപോയി ആരെ കൊല്ലാനായിട്ട് മടിക്കാത്തവനാണ് എന്ന് ഇതിൽ നിന്ന് ക്ലിയറാണ്. കാരണം ഉദയംപേരൂരിൽ നിന്ന് സ്വന്തം ഭാര്യയെ കൊന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഓപ്പറേഷൻ രീതി അനുസരിച്ച് ഇയാൾ നല്ല സാമ്പത്തികം ഉള്ള രീതിയിലുള്ള ഒരാളെ പോലെയാണ് നടക്കുന്നത്. നല്ല ഡ്രൈവറാണ്, എക്സ്പേർട്ട് ഡ്രൈവറാണ്. അയാളെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പോലീസ് ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇട്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇവനെ തപ്പണം. അതിനുശേഷം ഇവൻ്റെ ഹിസ്റ്ററി മുഴുവൻ ചോദ്യം ചെയ്യണം, ഇവനെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്നിട്ട് ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പുറത്തു കൊണ്ടുവരണം. കേരളത്തിൽ തെളിയാത്ത പല കേസുകളും തെളിയാനുള്ള സാധ്യത ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് കൊല്ലാൻ മടിയില്ലാത്ത ഇവൻ എന്തിനാണ് കൊല്ലുന്നത്? കൊല്ലുന്നതിന് ഒരു പർപ്പസുണ്ട്, ഒരു മോട്ടീവുണ്ട്. അത് പണത്തിന് വേണ്ടിയും സ്വർണത്തിന് വേണ്ടിയും ആണോ ഇയാൾ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയണം.